കാരണം ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിലാണ് വന്നേക്കുന്നത്. നാളെ ഇത് നമുക്കും വരാം. അപ്പോൾ നമ്മൾ ഒരു കമൻറ്റ് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഓർക്കുക, ഇത് നാളെ നമുക്ക് വന്നാൽ മറ്റൊരാൾ നമ്മളോട് നിൽക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിന്നില്ലെങ്കിൽ നമ്മളവരെ നോക്കേണ്ട സമയമാണ്. അപ്പോൾ അതിന് നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. നമ്മുടെ മുൻപിൽ ഇതിനു മുൻപും വലിയ പ്രളയങ്ങളും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മുതിർന്നവർ നമുക്ക് കാണിച്ചു തന്നുള്ളൊരു പാഠമാണ്. അത് നമ്മുടെ ചേട്ടന്മാരായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ആയിരിക്കും. അവരൊക്കെ ഓരോ സാഹചര്യങ്ങളോടും വളരെ പോസിറ്റീവ്ലിയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇത് നമ്മുടെ സമയമാണ്. നമ്മൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി നിൽക്കേണ്ട സമയമാണ്. നമുക്കാവുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമല്ല. നമ്മുടെ മനസ്സാക്ഷിയും അവനവൻ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് സമയത്ത് നമ്മളെല്ലാവരോടും ഉണ്ടാക്കിയൊരു വാട്സപ്പ് ഗ്രൂപ്പാണിത്. സ്വാഭാവികമായി ഡബ്ബിങ് തീരുമ്പോൾ സാധാരണ ഞങ്ങൾ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ പിരിഞ്ഞു പോകാറുണ്ട്. കാരണം നമ്മൾ വീണ്ടും മറ്റുള്ള സിനിമകളിലേക്ക് പോകും. ഇത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംസാരം വരികയും പെട്ടെന്ന് ഇതിനകത്ത് എല്ലാവരും വലിയ വലിയ എമൗണ്ട്സുകൾ കൊടുത്തവരും കൂടിയുണ്ട്. പക്ഷെ എന്നിട്ടും എല്ലാവരും ഇൻവോൾവ് ചെയ്തു എന്നുള്ളതൊരു മനസ്സാണ്. അത് കളക്ടറോട് സംസാരിച്ച് വരാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്ന് കൊടുത്തതാണ്. അപ്പം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. നമുക്ക് ഇനിയും ഒരുമിച്ച് കൂടെ നിൽക്കാം. കാരണം ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിലാണ് വന്നേക്കുന്നത്. നാളെ ഇത് നമുക്കും വരാം. അപ്പോൾ നമ്മൾ ഒരു കമൻറ്റ് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഓർക്കുക, ഇത് നാളെ നമുക്ക് വന്നാൽ മറ്റൊരാൾ നമ്മളോട് നിൽക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിന്നില്ലെങ്കിൽ നമ്മളവരെ നോക്കേണ്ട സമയമാണ്. അപ്പോൾ അതിന് നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. ദുരിതാശ്വാസ നിധിയെ പറ്റിയുള്ള ഒരു ആരോപണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു പറയാതെ പറഞ്ഞതെന്ന് തോന്നുന്നു. നിലവിൽ ഈ ഇങ്ങനെയുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ചിന്തിച്ചിട്ട് തന്നെയാണോ? ഞാൻ പറയുന്നത് ഈ സമയത്ത് ഇൻസ്പിറേഷൻ ആവുന്നെങ്കിൽ ആവട്ടെ, പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. നമ്മൾക്ക് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് അതെന്നും നമ്മൾ മലയാളികൾ ചെയ്തിട്ടുണ്ട്, തലമുറയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ജനറേഷനിൽ നമ്മളെല്ലാവരും ചെയ്യണം. നിങ്ങളൊരു പക്ഷേ ജേർണലിസത്തിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു മീഡിയ കണക്റ്റഡ് ആയിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടാവാം. നമുക്കറിയില്ല. ഓരോരുത്തരും അവരവരുടെ ഭാഗം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആത്മാർത്ഥത്തോടെ കൂടെ നിൽക്കണം.